ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പവും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയുമാണ്. ഈ കറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബറായ ആബിദ റഷീദിൻ്റെ റെസിപ്പിയാണ്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. പക്ഷെ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ അപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് അരി കുതിർത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു വൈകിട്ട് ഒരു 5 മണിയായപ്പോഴേക്കും അരി വെള്ളത്തിലിട്ടതാണ്. ഇപ്പോൾ ഒരു 8 മണി കഴിഞ്ഞ് 8:15 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഗ്ലാസ്സിന് തന്നെയാണ് 2 ഗ്ലാസ് അരി എടുത്തിരിക്കുന്നത്. ആ ഗ്ലാസിൻ്റെ അളവിന് തന്നെയാണ് 1 ഗ്ലാസ് തേങ്ങ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് ചോറ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ഗ്ലാസ് ചോറ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലോണം മിക്സി ജാറിലോട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ നമുക്ക് അരച്ചിട്ട് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം, അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരു വലിയൊരു പാത്രത്തിലോട്ട് മാറ്റുന്നത്, അല്ലെങ്കിൽ മാവ് പൊങ്ങിപ്പോവും. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ രണ്ടാമത്തെ ഇതും ബാച്ചും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു തിക്കിലാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം ഞാൻ ചേർത്തിട്ടാണ് ഇത് 2 ട്രിപ്പ് അടിച്ചെടുത്തേക്കുന്നത്. ഈ ഒരു ഇത് മതി. ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് രാവിലെ നമ്മുടെ അപ്പം റെഡിയാക്കി വെക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ മാവ് എങ്ങനെയായി നോക്കാം. മാവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ അപ്പച്ചട്ടി ഇവിടെ നല്ലോണം ചൂടായിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. ശേഷം ചെറിയ കായലായത് കൊണ്ടിട്ട് 1.5 കയ്യിലിട്ട് കൊടുക്കണം. ഇത് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. നമ്മുടെ അപ്പം ഇവിടെ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മൂടി വെച്ച് 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ അപ്പം ഇവിടെ ഏകദേശം റെഡി വന്നിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ അടുത്ത ട്രിപ്പും കൂടി ഞാൻ 1 പ്രാവശ്യം കൂടി മാവിട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു കയ്യിൽ ഫോണായത് കൊണ്ടിട്ടാണ് ചുറ്റിക്കണമൊന്നും കാണിക്കാൻ പറ്റാത്തത്. അപ്പം നമുക്ക് അടച്ചു വെച്ച് 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പം നമുക്കിനി കടയിൽ നിന്ന് വെള്ളയപ്പം മിക്സ് ഒന്നും മേടിക്കണ്ട. രാത്രി നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ അരി കുതിർത്തുന്ന പോലെ ഇട്ട് നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു അപ്പമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഈ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറി കൂടി ഉണ്ടാക്കാം. ഇപ്പം നമ്മുടെ അപ്പത്തിന് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ യൂട്യൂബറായ ആബിദ റഷീദ് മാമിൻ്റെ ഒരു റെസിപ്പിയാണ്. വെളുത്താണം എന്ന് പറയുന്ന റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ട്രൈ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളിതിലോട്ട് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിൽ എരിവൊന്നും അങ്ങനെ ആഡ് ചെയ്യുന്നില്ല, പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൽ നമ്മുടെ ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഒരു 8 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിയുപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചുകൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് സെക്കൻഡ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സവാള ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങും സവാള എണ്ണയൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ക്വാണ്ടിറ്റി ഇത്തിരി കൂട്ടിയാണ് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങും. ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ മാങ്ങ കാണിക്കുന്നതിനേക്കാളും ക്വാണ്ടിറ്റി ഞാൻ ഇത്തിരി കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരും അവരുടെ ആവശ്യാനുസരണം എടുക്കാൻ നോക്കുക. ഇത് നമുക്കൊന്ന് തിളക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇവിടെ കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിലൊന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് കുറുകി വരട്ടെ. നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് കൊടുക്കേണ്ട നമുക്ക് ഇതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല കുറുകിയ ചാറോട് കൂടിയ കറിയാണ്. അപ്പം നമ്മുടെ അപ്പത്തിനുള്ള കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡിയാണ്. നമ്മുടെ ആബിദ റഷീദ് മാമിൻ്റെ വെളുത്താണം കറിയും ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ് ഈ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.